നമസ്കാരം. കേരളത്തിൽ നിന്നും കൊല്ലൂർ മൂകാംബികയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് സഹായിക്കണേ. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിട്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ സോളോ ആയിക്കോട്ടെ, കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 3 ട്രെയിനാണ്, ബെസ്റ്റ് ട്രെയിനുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായി ശ്രമിക്കുന്നത്. ആ ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വിവരണവും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്, ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ എല്ലാം. ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് 3 ട്രെയിനുകളെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസ് ആണ്. ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിൻ തന്നെയാണ്. ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ അങ്ങനൊരു പ്രത്യേകതയുണ്ട്. കാരണം നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോകുന്ന ട്രെയിനുകളുടെ കൂട്ടത്തിൽ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആഴ്ചയിൽ 1-2 ദിവസം സർവീസ് നടത്തുന്ന ട്രെയിനുകളൊക്കെ കേരളത്തിലൂടെ സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും നമുക്ക് നേത്രാവതി എക്സ്പ്രസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് അങ്ങോട്ട് പോകാനാണെങ്കിലും തിരിച്ചു വരാനാണെങ്കിലും. നേത്രാവതി എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസ് വരെ സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അപ്പോൾ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 9:15 എടുക്കുന്ന നേത്രാവതി എക്സ്പ്രസ് ആലപ്പുഴ വഴി 2-ാം ദിവസം വൈകുന്നേരം 5:05 മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 16345 ആയിട്ട് മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 11:40 എടുക്കുന്ന ട്രെയിൻ 2-ാം ദിവസം വൈകുന്നേരം 6:20 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ട്രെയിനിൽ നമുക്ക് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ട്രെയിൻ മാർഗം നമ്മൾ മൂകാംബികയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് ബൈന്ധൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടെ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പുണ്ട് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിന്. അവിടെ നിന്ന് പിന്നെ ഒരു 35 കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 9:15 എടുക്കുന്ന ട്രെയിൻ 2-ാം ദിവസം അർദ്ധരാത്രി 1:20 നമ്മുടെ ബൈന്ധൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഓട്ടോ മാർഗ്ഗം അല്ലെങ്കിൽ ടാക്സി മാർഗ്ഗമൊക്കെ പോകാനേ സാധിക്കത്തുള്ളൂ ക്ഷേത്രത്തിലേക്ക്. ബസ് ആ സമയത്ത് ഉണ്ടാവത്തില്ല, പ്രൈവറ്റ് ബസ്സും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടാവത്തില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കണം. 1000-1500 നിങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ഷെയർ ഇട്ട് നിങ്ങൾക്ക് ടാക്സിയിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. അത്ര വലിയതായിട്ട് നമ്മൾ അറക്കത്തില്ല എന്ന് തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളവരൊക്കെ ഒരു അഭിപ്രായം. പിന്നെ ആ ചെല്ലുന്ന സമയമുണ്ടല്ലോ, നമ്മൾ വെളുപ്പിനെ അല്ല അർദ്ധരാത്രി 1:20 ബൈന്ധൂർ എത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് ആ സമയത്ത് ബസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി മാർഗ്ഗം വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വേറെ സമയത്താണ്, ഇച്ചിരി വെളുക്കുന്ന സമയത്തൊക്കെയാണ്, 7-7:30 സമയത്തൊക്കെയാണ് നമ്മൾ എത്തുന്നതെങ്കിൽ ആ ഒരു സമയത്ത് എത്തുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 50 രൂപയ്ക്കകത്തെ ടിക്കറ്റ് ചാർജ് ആവുന്നുള്ളൂ. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ നമ്മളെ പ്രൈവറ്റ് ബസ്സിൽ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇപ്പം വയസ്സായവർക്കൊക്കെ ആണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓട്ടോ ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ് പിടിച്ച് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ നേത്രാവതി എക്സ്പ്രസ്സിൽ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, കാരണം ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ടല്ലോ ഈ ട്രെയിൻ, അത് അർദ്ധരാത്രി 1:20 എത്തും 2-ാം ദിവസം. അപ്പോൾ അവിടുന്ന് നമുക്ക് പിന്നെ ടാക്സി വഴി പോകാനേ സാധിക്കത്തുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇതേ ട്രെയിൻ തിരിച്ചു സർവീസ് നടത്തുമ്പോൾ മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് 11:40 എടുക്കുന്നത്. അത് 2-ാം ദിവസം അർദ്ധരാത്രി 1:46 ബൈന്ധൂർ മൂകാംബിക റോഡിലേക്ക് എത്തുന്നത്. ശേഷം അതേ ദിവസം വൈകുന്നേരം 6:20 തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും. അപ്പോൾ ഈ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും തിരിച്ച് സർവീസ് നടത്തുമ്പോഴും ബൈന്ധൂർ മൂകാംബിക റോഡിലേക്ക് എത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർദ്ധരാത്രി 1:46. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കാം. ഇനി ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എല്ലാ ദിവസവും 9:15 എടുക്കുന്ന ട്രെയിന് 9:50 വർക്കല ശിവഗിരിയിൽ സ്റ്റോപ്പുണ്ട്. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ 10:30 കൊല്ലം ജംഗ്ഷനിൽ, 10:50 കരുനാഗപ്പള്ളി, 11:10 കായംകുളം ജംഗ്ഷൻ, 11:30 ഹരിപ്പാട്, 11:45 അമ്പലപ്പുഴ, 12:10 ആലപ്പുഴ, 12:50 ചേർത്തല, ഉച്ചയ്ക്ക് ശേഷം 1:45 എറണാകുളം ജംഗ്ഷൻ, 2:15 ആലുവ, 2:35 ഡിവൈൻ നഗർ, 3:15 തൃശ്ശൂർ, 4:20 ഷൊർണൂർ ജംഗ്ഷൻ, 4:50 കുറ്റിപ്പുറം, 5:15 തിരൂർ, വൈകുന്നേരം 5:30 പരപ്പനങ്ങാടി, 6 മണിക്ക് കോഴിക്കോട്, 6:40 വടകര, 6:50 തലശ്ശേരി, 7:30 കണ്ണൂർ, 7:50 കണ്ണപുരം, 8:05 പയ്യന്നൂർ, 8:30 ചെറുവത്തൂർ, പിന്നെ നമ്മുടെ 8:40 നീലേശ്വരം,
8:50 കാഞ്ഞങ്ങാട്, 9 മണിക്ക് കാസർഗോഡ്. ഇത്രയും സ്റ്റേഷൻസിൽ നേത്രാവതി എക്സ്പ്രസ്സിന് കേരളത്തിൽ സ്റ്റോപ്പുണ്ട്. ശേഷം 10:45 മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും രാത്രി. പിന്നെ 11:30 സൂരറ്റ് കല്ല് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:20 ഉടുപ്പിയിലേക്കും 12:50 കുന്താപുര എന്ന് പറയുന്ന സ്റ്റേഷനിലും 1:20 നമ്മുടെ ഡെസ്റ്റിനേഷനായ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും ട്രെയിൻ എത്തിച്ചേരും. ഇതാണ് ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷനിലെത്തുന്ന സമയം. ഇനി ബൈന്ദൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ എങ്ങോട്ട് പോവുക? മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുമ്പോഴുള്ള സമയവും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ 161:45 ആയിട്ട് മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 11:40 എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം അർദ്ധരാത്രി 1:45 ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. ശേഷം അവിടുന്ന് 2:20 കുന്താപുര സ്റ്റേഷനിലും വെളുപ്പിന് 3 മണിക്ക് ഉടുപ്പിയിലേക്കും 3:50 സൂരറ്റ് കല്ലിലേക്കും 4:20 മാംഗ്ലൂർ ജംഗ്ഷനിലും 5:05 കാസർഗോഡും 5:30 കാഞ്ഞങ്ങാടും 5:35 നീലേശ്വരവും 5:50 ചെറുവത്തൂർ എന്നല്ലേ ചേർവത്തൂർ എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. 5:55 പയ്യന്നൂർ, 6:10 കണ്ണപുരം, 6:30 കണ്ണൂർ, 7 മണിക്ക് തലശ്ശേരി, 7:20 വടകര, 8 മണിക്ക് കോഴിക്കോട്, രാവിലെ 8:30 പരപ്പനങ്ങാടി, 8:50 തിരൂർ, 9:10 കുറ്റിപ്പുറം, 10:15 ഷൊർണൂർ ജംഗ്ഷൻ, 10:57 തൃശ്ശൂർ, 11:55 ആലുവ, 12:30 എറണാകുളം ജംഗ്ഷൻ, 1:10 ചേർത്തല, 2 മണിക്ക് ആലപ്പുഴ, ഉച്ചയ്ക്ക് ശേഷം 2:15 അമ്പലപ്പുഴ, 2:35 ഹരിപ്പാട്, 3:05 കായംകുളം ജംഗ്ഷൻ, 3:20 കരുനാഗപ്പള്ളി, 4:10 നമ്മുടെ കൊല്ലം ജംഗ്ഷൻ, 4:51 വർക്കല ശിവഗിരി, 6:20 തിരുവനന്തപുരം സെൻട്രൽ. ഇതാണ് ബൈന്ദൂർ മൂകാംബിക റോഡിൽ നിന്നും നമ്മുടെ തിരുവനന്തപുരം വരെയുള്ള ട്രെയിനിൻ്റെ ഫുള്ള് ഷെഡ്യൂൾ. മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസ് വരെ വെറുതെ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മൂകാംബികയാണല്ലോ. അപ്പോൾ അത്ര അറിഞ്ഞാൽ മതി. ഇനി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ ആരംഭിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഓരോ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വരുന്തോറും കുറഞ്ഞേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് 225 രൂപയും, സ്ലീപ്പറിന് 415 രൂപയും, തേർഡ് എക്കണോമിക്ക് 1035 രൂപയും, തേർഡ് എ സിക്ക് 1125 രൂപയും, സെക്കൻഡ് എ സിക്ക് 1610 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ നേത്രാവതി എക്സ്പ്രസ്. ഈ ഒരു ട്രെയിൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 163:34 വെരാവൽ എക്സ്പ്രസ് ആണ് കേട്ടോ. ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഗുജറാത്തിലെ വെരാവൽ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ നമ്മൾക്ക് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആഴ്ചയിൽ തിങ്കളാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും ഇങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും ഒരു ദിവസമേ ഉള്ളൂ. ഇങ്ങോട്ടത്തെ കാര്യം ഞാൻ പറയാം. ആദ്യം നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യം പറയാം. അപ്പോൾ ട്രെയിൻ നമ്പർ 163:34 വെരാവൽ എക്സ്പ്രസ് തിങ്കളാഴ്ചകൾ മാത്രമായി തിരുവനന്തപുരം സെൻട്രൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 3:45 ആരംഭിക്കുന്ന ട്രെയിൻ കോട്ടയം വഴി 3-ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:35 വെരാവൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും, ഗുജറാത്തിലാണ്. അപ്പോൾ ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് 3:45 എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ 7 മണിയോടുകൂടി നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെയിൻ നമുക്ക് തീർച്ചയായും കേരളത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ്. യാത്രയൊക്കെ നല്ല അടിപൊളി ഒരു ട്രെയിനാണ് കേട്ടോ വെരാവൽ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സമയവും അത്യാവശ്യം നേരം വെളുക്കുന്ന സമയമാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് എങ്ങനെ പോകേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ദർശന സമയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല അവിടുത്തെ ഫുഡിൻ്റെ കാര്യവും ക്ഷേത്രത്തിൻ്റെ താമസ സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദർശന സമയമൊക്കെ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. ഒരുപാട് നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ട് ധാരാളം വീഡിയോകളും അതിനെ പറ്റിയിട്ടുള്ള എങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ രീതികളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെറുതെ ഇന്നത്തെ വീഡിയോയിലും കൂടെ അത് ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163:33 ആയിട്ട് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമായിട്ടാണ് തിരിച്ച് സർവീസ് ചെയ്യുന്നത്. അത് നമ്മുടെ വെരാവൽ ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6:50 എടുക്കും. രണ്ടാം ദിവസം രാവിലെ 11:56 ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. അതും രാവിലത്തെ സമയമാണ്. 11:56 ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. ആ ട്രെയിൻ 3-ാം ദിവസം വെളുപ്പിനെ 4 മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ പറയുന്നില്ല, നമ്മൾ ഗുജറാത്ത് വരെ പോകുന്നില്ല, നമ്മൾ ബൈന്ദൂർ വരെ പോകുന്നുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 3:45 എടുക്കുന്ന ട്രെയിൻ പിന്നെ 4:40 കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ 5:30 മാവേലിക്കരയും 5:45 ചെങ്ങന്നൂരും 5:55 തിരുവല്ലയും 6:30 കോട്ടയവും രാത്രി 8:15 എറണാകുളം ടൗണും 8:45 ആലുവയും രാത്രി 9:45 തൃശ്ശൂരും രാത്രി 10:35 ഷൊർണൂർ ജംഗ്ഷനും 10:54 പട്ടാമ്പിയും രാത്രി 11:10 കുറ്റിപ്പുറവും 11:24 തിരൂരും
കഴിഞ്ഞ അന്നത്തെ ദിവസം കഴിയാണ്. പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:07 കോഴിക്കോടും, 1:10 തലശ്ശേരിയും, 1:40 കണ്ണൂരും, 2:30 കാഞ്ഞങ്ങാടും, 2:50 കാസർഗോഡും ട്രെയിൻ എത്തുന്നതോടുകൂടി കേരളത്തിൽ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ശേഷം വെളുപ്പിന് 4:05 മാംഗ്ലൂർ ജംഗ്ഷൻ, 5:50 ഉടുപ്പി, 6:20 കുന്താപുര, 7 മണിക്ക് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡ്. ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴുള്ള ഷെഡ്യൂൾ. ഇനി ഇതേ ട്രെയിൻ തന്നെ നമ്മുടെ ട്രെയിൻ നമ്പർ 163, 33 ആയിട്ട് തിരിച്ച് വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തുമല്ലോ. അത് രാവിലെ 6:50 നമ്മുടെ വെരാവൽ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ 11:56 നമ്മുടെ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. അതായത് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുന്ന വ്യാഴാഴ്ച, ബൈന്ദൂർ മൂകാംബികയിലേക്ക് വരുന്നത് വെള്ളിയാഴ്ച. മനസ്സിലായില്ലേ? ഇനി അവിടുന്ന് നാട്ടിലോട്ടുള്ള സ്റ്റോപ്പുകൾ കേൾക്കാം നമുക്ക്. ബൈന്ദൂർ മൂകാംബിക റോഡിൽ 11:56 എടുക്കുന്ന ട്രെയിൻ, പിന്നെ ഉച്ചയ്ക്ക് 12:32 കുന്താപുരയിലേക്ക് എത്തുന്നു. 1 മണിക്ക് ഉടുപ്പി, ഉച്ചയ്ക്ക് ശേഷം 3:10 മാംഗ്ലൂർ ജംഗ്ഷൻ, ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് കാസർഗോഡ്. കേരളം തുടങ്ങുകയാണ്. അപ്പോൾ വൈകുന്നേരം 4 മണിയോടുകൂടി കാസർഗോഡ് എത്തി. 4:15 കാഞ്ഞങ്ങാട്, 4:35 പയ്യന്നൂർ, 4:50 കണ്ണപുരം, 5:10 കണ്ണൂർ, 5:30 തലശ്ശേരി, 5:50 വടകര, 6:10 കൊയിലാണ്ടി, വൈകുന്നേരം 6:30 കോഴിക്കോട്, 6:50 ഫറോക്ക്, 7:10 പരപ്പനങ്ങാടി, 7:23 തിരൂർ, 7:50 കുറ്റിപ്പുറം, രാത്രി 8:10 പട്ടാമ്പി, 8:55 ഷൊർണൂർ ജംഗ്ഷൻ, 9:35 തൃശ്ശൂർ, രാത്രി 10:30 ആലുവ, 10:55 എറണാകുളം ടൗൺ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി 12:10 കോട്ടയത്തും, 12:40 തിരുവല്ലയും, 12:50 ചെങ്ങന്നൂരും, അർദ്ധരാത്രി 1:05 മാവേലിക്കര, 2 മണിക്ക് കൊല്ലം ജംഗ്ഷൻ, 2:55 തിരുവനന്തപുരം പേട്ട, പിന്നെ വെളുപ്പിനെ 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ബൈന്ദൂർ മൂകാംബിക റോഡ് തൊട്ട് ഉള്ള നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഒന്ന് കേൾക്കാം. ജനറലിന് ഒരാൾക്ക് വരുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ 225 രൂപയും, സ്ലീപ്പറിന് 425 രൂപയും, തേർഡ് എക്കണോമിക്ക് 1055 രൂപയും, തേർഡ് എ സിക്ക് 1145 രൂപയും, സെക്കൻഡ് എ സിക്ക് 1635 രൂപയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റത്തെ മൂന്നാമത്തെ ട്രെയിനെ പരിചയപ്പെടാനായി പോവുകയാണ്. ഫ്രണ്ട്സ്, ഇത് ട്രെയിൻ നമ്പർ 163-36 ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം സർവീസ് എന്ന ട്രെയിൻ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന്. ഉച്ചയ്ക്ക് ശേഷം 2:45 എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നമ്മുടെ ഗാന്ധിധാം ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിനിൽ നമുക്ക്, അതായത് ചൊവ്വാഴ്ചകളിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് 2:45 ഉച്ചയ്ക്ക് എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 7 മണിയോടുകൂടി ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163-35 ആയിട്ട് വെള്ളിയാഴ്ചകൾ മാത്രമായിട്ടാണ് തിരിച്ച് സർവീസ്. അത് ഗാന്ധിധാം ജംഗ്ഷനിൽ നിന്ന് 10:40, അതായത് വെള്ളിയാഴ്ച രാവിലെ 10:40 എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 11:56, അതായത് ശനിയാഴ്ച രാവിലെ 11:56 ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും, ശേഷം മൂന്നാം ദിവസം രാവിലെ 6:15 നമ്മുടെ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നുണ്ട്. ഇനി ഈ ഒരു ട്രെയിൻ കേരളത്തിൽ നിന്ന് അങ്ങോട്ട്, അതായത് ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ്, നമുക്ക് എവിടെയൊക്കെയാണ് സ്റ്റേഷനിൽ ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഉള്ളതെന്ന് ഒന്ന് കേൾക്കാം. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45 ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് നേരെ തിരുവനന്തപുരം സെൻട്രലാണ്, കേരളത്തിലാണ്. അത് 4:10 എത്തും. ശേഷം 5:15 കൊല്ലം ജംഗ്ഷൻ, 5:43 കായംകുളം ജംഗ്ഷൻ, വൈകിട്ട് 6 മണിക്ക് ചെങ്ങന്നൂർ, 6:15 തിരുവല്ല, 6:50 കോട്ടയം, രാത്രി 8:15 എറണാകുളം ടൗൺ, 8:45 ആലുവ, അത് കഴിഞ്ഞാൽ 9:45 തൃശ്ശൂർ, രാത്രി 10:35 ഷൊർണൂർ ജംഗ്ഷൻ, രാത്രി 10:54 പട്ടാമ്പി, രാത്രി 11:10 കുറ്റിപ്പുറം, രാത്രി 11:24 തിരൂർ, 11:50 ഫറോക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:07 കോഴിക്കോട് ട്രെയിൻ എത്തിച്ചേരും. ശേഷം രാത്രി 12:50 വടകര, 1:10 തലശ്ശേരി, രണ്ടാം ദിവസം അർദ്ധരാത്രി 1:40 കണ്ണൂർ, 2:50 കാസർഗോഡ് എത്തുന്നതോടുകൂടി ഈ ഒരു ട്രെയിനിൻ്റെ കേരളത്തിലുള്ള സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വെളുപ്പിനെ 4:05 മാംഗ്ലൂർ ജംഗ്ഷനും, 4:50 സുരത്കല്ലും, 5:50 ഉടുപ്പിയും, 6:20 കുന്താപുരയും, രാവിലെ 7 മണിയോടുകൂടി നമ്മുടെ ഡെസ്റ്റിനേഷനായ ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163-35 ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുമ്പോൾ നമ്മുടെ ഗാന്ധിധാം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 10:40 എടുക്കുന്ന ട്രെയിൻ രണ്ടാം ദിവസം രാവിലെ 11:56 ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് എത്തിച്ചേരും. അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് 12:30 കുന്താപുരയിലേക്കും, 1 മണിക്ക് ഉടുപ്പിയിലേക്കും, 1:50 സുരത്കല്ലിലേക്കും, 3:10 മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 4 മണിയോടുകൂടി കേരളം തുടങ്ങിയാണ് നമ്മുടെ കാസർഗോഡ് ട്രെയിൻ എത്തിച്ചേരും. ശേഷം 4:15 കാഞ്ഞങ്ങാടും, 4:35 പയ്യന്നൂരും, 4:50 കണ്ണപുരം എന്ന് പറയുന്ന സ്റ്റേഷനിലും, 5:10 നമ്മുടെ കണ്ണൂരും, 5:30 തലശ്ശേരിയും, വൈകുന്നേരം 6
5:50 വടകരയും, 6:10 കൊയിലാണ്ടിയും, 6:30 കോഴിക്കോടും, 6:50 ഫറോക്കും, 7:10 പരപ്പനങ്ങാടിയിലും, രാത്രി 7:30 തിരൂരും, 7:50 കുറ്റിപ്പുറവും, 8:10 നമ്മുടെ പട്ടാമ്പിയിലേക്കും, രാത്രി 8:55 ഷൊർണൂർ ജംഗ്ഷൻ, രാത്രി 9:35 തൃശ്ശൂർ, 10:30 ആലുവ, 10:55 എറണാകുളം ടൗൺ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞു. അർദ്ധരാത്രി 12:07, അതായത് മൂന്നാം ദിവസം അർദ്ധരാത്രി 12:07 കോട്ടയവും, 12:40 തിരുവല്ലയും, 12:50 ചെങ്ങന്നൂരും, 1:15 കായംകുളം ജംഗ്ഷൻ, 2 മണിക്ക് കൊല്ലം ജംഗ്ഷൻ, 3 മണിക്ക് തിരുവനന്തപുരം പേട്ട, 3:25 വെളുപ്പിന് തിരുവനന്തപുരം സെൻട്രൽ, പിന്നെ ശേഷം 6:15 രാവിലെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ഷെഡ്യൂൾ. ഇനി നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഒന്ന് കേൾക്കാം. തിരുവനന്തപുരം സെൻട്രലാണല്ലോ കേരളത്തിലെ സ്റ്റോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് ബൈന്ദൂർ മൂകാംബിക റോഡ് വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് 225 രൂപയും, സ്ലീപ്പറിന് 425 രൂപയും, തേർഡ് എ സിക്ക് 1145 രൂപയും, സെക്കൻഡ് എ സിക്ക് 1635 രൂപയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും, അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ 3 ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിരുന്നാലും എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ബോക്സിലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാത്തവരാണെങ്കിൽ, പുതിയ കാഴ്ചക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ ഒരു വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വിഷയവും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻഡ് ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.